അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ ഷരീഫിലാണ് നാം ഉള്ളത്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇദാ ജാഅ റമദാൻ, റമദാൻ ഷരീഫായി കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. വഗുല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്നു. വസുഫിദത്തി ഷയാത്തീൻ, പിശാചുക്കളെയെല്ലാം ബന്ധനസ്ഥനാക്കപ്പെടുന്നു. പരിശുദ്ധ റമദാൻ ഷരീഫ് ആഗതമാകുന്നതിനോടൊപ്പം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. 3 പ്രതിഭാസങ്ങളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. മറ്റൊന്ന്, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്നു. മൂന്നാമത്തത്, പിശാചുക്കളെ ബന്ധനസ്ഥനാക്കപ്പെടുന്നു എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ നോമ്പ് കൊണ്ട് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പര്യാപ്തമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നോമ്പ് കൊണ്ട് നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നോമ്പ് കൊണ്ട് പിശാചുക്കളെ ബന്ധനസ്ഥനാക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ബഹുമാനികളെ, ഇവിടെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ. വാതിലുകൾ തുറക്കപ്പെടുന്നു, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്നു, പിശാചുക്കളെ ബന്ധനസ്ഥനാക്കപ്പെടുന്നു. ആരാണിതൊക്കെ ചെയ്യുന്നത് എന്ന് അതിലില്ല. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു എന്നാണ്, ആര് തുറക്കുന്നു എന്നതിലില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ പണിയുണ്ട്. നമുക്ക് മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടണമെങ്കിൽ, നമുക്ക് മുമ്പിൽ നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടണമെങ്കിൽ, നമുക്ക് മുമ്പിൽ പിശാചിനെ ബന്ധനസ്ഥനാക്കപ്പെടണമെങ്കിൽ നമുക്കുള്ള പണി നാം ചെയ്തേ പറ്റൂ. നമ്മുടെ നോമ്പ് കൃത്യമായ നോമ്പായിരിക്കണം. എന്നാൽ മാത്രമാണ് പിശാചിനെ ബന്ധനസ്ഥനാക്കപ്പെടാൻ കഴിയുകയുള്ളൂ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ കഴിയുകയുള്ളൂ, നരകത്തിൻ്റെ വാതിലുകൾ നമുക്ക് അടക്കാൻ കഴിയുകയുള്ളൂ. വയറിനും ഗുഹ്യഭാഗത്തിനും മാത്രം നോമ്പായാൽ പോരാ. വയറ്റിലേക്ക് ഒന്നും പോകാതെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു, ഗുഹ്യഭാഗം നമ്മൾ സൂക്ഷിച്ചു മാത്രം പോരാ. നമ്മുടെ നോമ്പ് പൂർണ്ണമായ നിലയിൽ ആകണമെങ്കിൽ അവയവങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിനെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുകയും പിശാചുക്കളെ ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സ്വീകരിക്കപ്പെടുന്ന നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.